ഇപ്പം അങ്ങനെയാണ്. നേരത്തെ കെ രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. ഇപ്പം ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുമല്ലോ. എനിക്ക് ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോഴും ചോദിക്കാനൊരു ആഗ്രഹമുള്ളത്, ഇപ്പം പൊതുവേ ഒരു ഭക്ഷണപ്രിയനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളോടൊക്കെ താല്പര്യമുള്ള, എല്ലാ ഭക്ഷണവും രുചി വൈവിധ്യങ്ങളും ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായും അങ്ങ് മനസ്സിലാക്കിയത് ശരിയാണ്. എനിക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും വലിയ ഇഷ്ടമായിരുന്നു. ഇറച്ചിയും, കോഴിയിറച്ചിയും, ആട്ടിറച്ചിയും, എല്ലാ ഇറച്ചിയും. ഒരു ഇറച്ചിക്കും എനിക്ക് നിഷേധമില്ലായിരുന്നു. നല്ലവണ്ണം ആഹാരം കഴിക്കും, പച്ചക്കറി ധാരാളം കഴിക്കും, നല്ലവണ്ണം ചോറ് നല്ലവണ്ണം കഴിക്കും. അങ്ങനെയാണ് ഞാൻ തന്നെ വളർന്നു വന്നത്. ഞാൻ ധാരാളം ഭക്ഷണം കഴിച്ച ആളാണ്. അങ്ങനെ അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിൻ്റെ ആദ്യകാല ഒരു സ്ഥിതി നോക്കിയാൽ ഈ ആഹാരം ഒരു ഘടകം തന്നെയായിരുന്നു. പിന്നീട് നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യാത്മാക്കൾ, നല്ല മനുഷ്യസ്നേഹികൾ എന്നോട് പറഞ്ഞു, ഈ തടി ഇങ്ങനെ കൂടി വന്നാൽ അത് ആരോഗ്യത്തെയും അതുപോലെ ആയുസ്സിനെയും ബാധിക്കും. അപ്പോൾ നിങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യരുടെ വാക്കുകൾ കേട്ട് ഞാൻ പിന്നീട് എൻ്റെ ഭക്ഷണക്രമങ്ങൾ ക്രമീകരിച്ചു. അതിൽ മാംസത്തിൻ്റെയും മത്സ്യമൊക്കെ ഞാൻ ധാരാളം കഴിയും. എനിക്ക് ഭയങ്കര പറഞ്ഞ പോലെ മത്സ്യവിഭവങ്ങളോട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാണ് ഇപി എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? തീർച്ചയായും ശരിയാണ്. ഞാൻ മത്സ്യം കഴിക്കുക മാത്രമല്ല, മത്സ്യം പിടിക്കാൻ പോകും. അതറിയും. ഞാൻ പുഴയിൽ ചെന്ന് മത്സ്യം പിടിക്കും. മത്സ്യം പിടിച്ച് അത് എല്ലാവിധത്തിലും വല വെച്ചും ചൂണ്ടയിട്ടും മത്സ്യം പിടിച്ച് ആ മത്സ്യം കഴിച്ചുകൊണ്ടുള്ള ശീലമുള്ള ആളാണ്. അങ്ങനെ മത്സ്യം പിടിക്കാറുണ്ട്, കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ രാഷ്ട്രീയം ഇന്ന് ചോദിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ രാഷ്ട്രീയ തമാശയായിട്ട് എടുത്താൽ മതി. അങ്ങ് ചൂണ്ടയിടാൻ പോകും, ആ ചൂണ്ടയിൽ ഒരുപാട് മത്സ്യങ്ങൾ കൊത്തിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങേ ചൂണ്ടയിടാൻ ആരെയും അങ്ങ് അനുവദിക്കില്ല അല്ലേ? നിങ്ങളുടെ വാക്കുകൾ തികച്ചും വസ്തുനിഷ്ഠമായിരിക്കും, യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടർ TV സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് അതിൽ നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങളുടെ നിഗമനങ്ങൾ പലപ്പോഴും തെറ്റാറില്ല. അത് നല്ല ഇപിയുടെ വാർത്താ സമ്മേളനമൊക്കെ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബൈറ്റ് ചോദിക്കുമ്പോഴൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന മറുപടികൾ വളരെ രസകരമായ മറുപടികളാണ്. ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മറുപടി ഉണ്ടായിരുന്നു. ഇന്നലെ ഈ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നോബിൾ നമ്മളവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ EPയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം എടുക്കണം. അപ്പോൾ മുഖ്യമന്ത്രിയുമായി LDF കൺവീനർ സ്ഥാനത്ത് നീക്കം ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നതാണ്. അപ്പോൾ മാത്രമല്ല ഇവർ തമ്മിൽ നല്ല സൗഹൃദമാണ്, പിണറായി വിജയനും EPയും തമ്മിൽ. ഞാൻ കുറേ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവർ രാവിലെ പ്രഭാത ഭക്ഷണം പുട്ടുമൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ അകത്തു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ഞാനതാ ചോദിച്ചത്. താങ്കൾ മീൻ പിടിക്കാൻ പോകും, പക്ഷെ താങ്കളെ ചൂണ്ടയിടാൻ താങ്കൾ ആരെയും അനുവദിക്കില്ല. അതിന് ഏത് ജാവദേക്കർ വന്നാലും ആ ചൂണ്ടയിൽ ഞാൻ കൊത്തില്ല അല്ലേ EP? ജാവദേക്കർ വന്നത് അങ്ങനെ ചൂണ്ടയും കൊണ്ടൊന്നുമല്ല, വലയും കൊണ്ടൊന്നുമല്ല. അങ്ങനെ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് അറിയാമായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹം പരിചയപ്പെടാം. എന്നെ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയെ പരിചയപ്പെട്ടിട്ടുണ്ട്, രമേശ് ചെന്നിത്തലയെ, VD സതീശനെ, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പോകുന്ന വഴി എന്നെ പരിചയപ്പെടാനെന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത്. ഒരു 5 മിനിറ്റ് അദ്ദേഹം വന്നു, കണ്ടു, പോയി. ആ സമയം അത്രയുമാണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്